Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡൈനാമിക് വെബ് പ്രോജക്റ്റിന്റെ ആ ഒരു ഓപ്ഷൻ നമ്മുടെ എക്ലിപ്സിൽ നിന്ന് മിസ്സിംഗ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. നമ്മൾ സാധാരണ ഒരു സിമ്പിൾ വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡൈനാമിക് വെബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ജാവ പ്രൊജക്റ്റ് ചെയ്യാൻ എന്താ ചെയ്യുക, ഫയൽ ന്യൂ ജാവ പ്രൊജക്റ്റ് അല്ലേ. അതുപോലെ തന്നെ ഫയൽ ന്യൂ ഡൈനാമിക് വെബ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ കാണും. അതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ നോക്കുമ്പോൾ ഡൈനാമിക് വെബ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഒരെണ്ണം കാണത്തില്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഹെൽപ്പിൽ പോയിട്ട് ഇൻസ്റ്റാൾ ന്യൂ സോഫ്റ്റ്വെയർ കൊടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ വർക്ക് വിത്ത് എന്ന് കിടക്കുന്നുണ്ടോ, അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുക HTTP ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് ഒരു കോട്ട്സ് ഇട്ടിട്ട് / ഇതാ ഈ റിലീസസ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ, ഇതാണ് ഇതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ. അപ്പോൾ ഈ ലിങ്ക് ഇതെന്താണെന്ന് ഞാൻ താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് കിടക്കുന്നുണ്ടോ download.eclipse.org/releases. ഈ റിലീസസ് കഴിഞ്ഞിട്ട് ഈ സ്ലാഷിനകത്ത് കിടക്കുന്നത് എക്ലിപ്സിൻ്റെ ഏത് വേർഷനാണെന്നാണ് കിടക്കുന്നത്. ഇപ്പം എൻ്റെ വേർഷനാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ വേർഷൻ ഓക്സിജൻ അല്ലെങ്കിൽ മാഴ്സ് ഏതാണ് എക്ലിപ്സിൻ്റെ വേർഷൻ എന്ന് വെച്ചാൽ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് എക്ലിപ്സ് മാഴ്സ് ആണെങ്കിൽ ഇവിടെ /മാഴ്സ് എന്ന് കൊടുക്കുക, ഓക്സിജൻ ആണെങ്കിൽ /ഓക്സിജൻ എന്ന് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ വേർഷൻ ഇതായതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എക്ലിപ്സിൻ്റെ വേർഷൻ ഏതാണെന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങളിതാ ഈ ഹെൽപ്പിൽ വന്നിട്ട് എബൌട്ട് എക്ലിപ്സ് ID ഇല്ലേ, അവിടെ ആണെങ്കിൽ ഇത് കണ്ടോ വേർഷൻ എന്ന് പറഞ്ഞ് കിടക്കുന്നത്, അവിടെ കിടപ്പുണ്ടായിരിക്കും എക്ലിപ്സിൻ്റെ ഏതാണ് വേർഷൻ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഹെൽപ്പിൽ വന്നിട്ട് ഇൻസ്റ്റാൾ ന്യൂ സോഫ്റ്റ്വെയർ കൊടുക്കുക. എന്നിട്ട് ഈ വർക്ക് വിത്തിൻ്റെ അവിടെ റിലീസസ് നമ്മുടെ ഇതിൻ്റെ ഇപ്പോഴത്തെ വേർഷൻ കൊടുക്കുക. വേർഷൻ കൊടുത്തല്ലോ. ഇനി ഇവിടെ ഇത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഇങ്ങനെ വരാൻ തുടങ്ങും. ഇത് സ്ക്രോൾ ചെയ്ത് നിങ്ങൾ താഴോട്ട് പോകണം. അപ്പോൾ വെബ് XML ജാവ ഇങ്ങനെ ഒരെണ്ണം കിടക്കുന്നുണ്ടോ, ആ ചെക്ക് ബോക്സ് ടിക്ക് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പം അത് കുറച്ച് ടൈം എടുക്കും, നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതും നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഈ അക്സെപ്റ്റ് ദ ടേംസ് ആൻഡ് ലൈസൻസ് എഗ്രിമെൻറ്റ് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫിനിഷ് കൊടുക്കണം. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഇവിടെ ഇൻസ്റ്റാളിങ്ങിന് താഴെ ഇതിങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ 4% ആയിട്ടുള്ളൂ, കുറച്ച് ടൈം എടുക്കും, വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഇത് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിക്കാം. അപ്പോൾ റീസ്റ്റാർട്ട് ഇപ്പം നമ്മുടെ എക്ലിപ്സ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനാമിക് വെബ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ആയോ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫയൽ ന്യൂ നോക്കുക. ഇവിടെ ജാവ പ്രോജക്റ്റ് വന്നിട്ടുണ്ട്, പക്ഷേ ആ പഴയ പ്രശ്നം തന്നെ ഇവിടെ വന്നിട്ടില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടൈപ്പ് ഫിൽട്ടർ ടെക്സ്റ്റ് നടക്കുന്നുണ്ടോ, അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡൈനാമിക് വെബ് പ്രോജക്റ്റ്. അപ്പോൾ വന്നത് കണ്ടോ, വെബിനകത്തുണ്ട് ഡൈനാമിക് വെബ് പ്രോജക്റ്റ്. അവിടെ ക്ലിക്ക് ചെയ്തെടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. പ്രോജക്റ്റ് നെയിം എന്തെങ്കിലും കൊടുക്കുക, മൈ ന്യൂ ഡൈനാമിക് പ്രോജക്റ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഫിനിഷ് കൊടുക്കുക. ഇവിടെ അപ്പോൾ പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ആയി വന്നുണ്ടോ. ഡൈനാമിക് വെബ് പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ബാക്കിയുള്ളതിനേക്കാൾ ഒരു ഐക്കണിന് ചെറിയൊരു വ്യത്യാസം, മനസ്സിലായോ. ഇനിയിപ്പോൾ നിങ്ങളിത് കൊടുക്കുമ്പോൾ ന്യൂ ഡൈനാമിക് വെബ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞത് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും, കണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഡൈനാമിക് വെബ് പ്രോജക്റ്റ് ഓപ്ഷൻ എങ്ങനെയാണ് ഇനേബിൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.